നമസ്കാരം. ഓട്ടോ എക്സ്പോയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വെഹിക്കിൾ ടാറ്റയുടെ BS6 മോഡലായിട്ടുള്ള പ്രൈമ 3525 ആണ്. നമുക്ക് വെഹിക്കിളിൽ നിന്ന് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് കല്ലേക്കാടുള്ള പോപ്പുലർ മോട്ടോഴ്സാണ്, പോപ്പുലർ ടാറ്റയാണ്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്കൊരു താങ്ക്സ് പറയുന്നു. രണ്ടാമത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് സർവീസിൻ്റെ റിലേറ്റഡ് സൈഡിൽ തന്നെയാണ്. സോ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ ടാറ്റ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേൾഡിലെ 4th ബിഗ്ഗസ്റ്റ് ട്രക്ക് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇപ്പോൾ ഇങ്ങനൊരു സീരീസ് ടാറ്റ പ്രൈമ അല്ലെങ്കിൽ ടാറ്റ സിഗ്മ എന്നുള്ള സീരീസ് വരാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, ദേവു എന്നൊരു ബ്രാൻഡ് എല്ലാവരും കേട്ട് കാണും. അപ്പോൾ ടാറ്റ ദേവു എന്ന ബ്രാൻഡിനെ അബ്സോർബ് ചെയ്തു. അങ്ങനെ ദേവു ടാറ്റ കൊളാബറിക്കേഷനിൽ ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത ട്രക്കിൻ്റെ സീരീസാണ് പ്രൈമ സിഗ്മ സീരീസുകൾ. അപ്പോൾ നമുക്ക് ഈ പ്രൈമയുടെ ഫ്രണ്ടത്തെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അത്യാവശ്യം വലിയൊരു ഗ്ലാസ് ഏരിയ ആണ്. അപ്പോൾ നല്ലൊരു വിസിബിലിറ്റി, ഡ്രൈവ് ഫീൽഡിൽ നല്ലൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടും. ഇതിൽ 2 വൈപ്പേഴ്സാണ് വരുന്നത്. അത് വൈപ്പേഴ്സിൽ തന്നെ ഗ്ലാസ് വാഷ് നോസിൽ ഇൻബിൽഡ് ആണ്. അതിൻ്റെ തൊട്ട് താഴെ നോക്കുമ്പോൾ നമുക്ക് ടാറ്റയുടെ വലിയൊരു ഡെക്കാൽ കാണാൻ പറ്റും. അതിൻ്റെ താഴത്തായിട്ട് ടാറ്റയുടെ ഒരു ലോഗോ കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പ്രൈമ LX എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരിയൻ്റ് ആണ്. അതിന് തൊട്ട് താഴെയായിട്ട് 3525 TK എന്ന് പറയും. 35 ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിന് 35 ടണ്ണ് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ്. 25 അത് 25 മെൻഷൻ ചെയ്യുന്നത് ഇതിൻ്റെ എൻജിൻ പവർ 250 HP ആണ്. TKയിൽ K എന്ന് പറയുന്നത് ആക്ച്വലി ജർമ്മൻ്റെ കിപ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ ടാറ്റയുടെ സീരീസിലുള്ള കിപ്പർ എന്ന രീതിയിലാണ് ഇതിനെ TK എന്ന് മെൻഷൻ ചെയ്യുന്നത്. അതിന് താഴെ വരുമ്പോൾ ഒരു ബോണറ്റ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് ഒരു ഗ്ലാസ് ഉണ്ട്. ഇത് ആക്ച്വലി ഇതിൻ്റെ ഭംഗി കുറച്ച് കൂട്ടുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമുക്കൊരു ബമ്പർ കാണാൻ പറ്റും. ഇതൊരു മെറ്റൽ ബമ്പറാണ്, സ്റ്റീൽ ബമ്പറാണ്. അപ്പോൾ അതിൻ്റെ താഴത്തായിട്ട് ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ്ലാമ്പ് ആക്ച്വലി ഒരു പ്രൊജക്ടറും ഒരു ഹാലജനും കൂടിയുള്ള ഒരു LED യൂണിറ്റാണ്. അപ്പോൾ അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് നമ്മളിപ്പോൾ ഈ സീരീസിലുള്ള വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത് മൈനിങ് പർപ്പസ് അല്ലെങ്കിൽ ക്വാറി അങ്ങനത്തെ പർപ്പസ് ആയതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു മെറ്റലിൻ്റെ ഒരു ഗാർഡ് നമ്മൾ എക്സ്ട്രാ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തായിട്ട് ഫോഗ് ലാമ്പ് ഫിക്സ് ചെയ്യാനൊരു സ്പേസ്. നമുക്ക് വണ്ടി എടുത്തതിന് ശേഷം ആഫ്റ്റർ മാർക്കറ്റ് നമുക്കൊരു ഫോഗ് ലാമ്പ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതും ഗാർഡ് വെച്ച് പ്രൊട്ടക്റ്റഡ് ആണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഒരു റിഫ്ലക്ടറും കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു ഫ്ലോർ നമുക്ക് കാണാൻ പറ്റും, ഒരു സ്റ്റെപ്പിംഗ് ഫ്ലോർ കാണാൻ പറ്റും. അപ്പോൾ ഗ്ലാസ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ചവിട്ടിയിട്ട് നമുക്ക് ഗ്ലാസ് വാഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ബോണറ്റ് നമുക്ക് ലോക്ക് വരുന്നതായിരിക്കും ഇവിടെയാണ്. ഒരു 2 ഹൈഡ്രോളിക് സ്ട്രട്ടിലാണ് ഈ ബോണറ്റ് നിൽക്കുന്നത്. ഇതിന് തൊട്ട് താഴേക്ക് ഇവിടെ നമുക്ക് കൂളൻ്റ് കാണാൻ പറ്റും. അതിന് തൊട്ട് അപ്പുറത്തായിട്ട് നമുക്ക് വിൻഷീൽഡ് വാഷറിൻ്റെ റിസർവോയർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് റേഡിയേറ്റർ, ഇന്റർകൂളർ, കണ്ടൻസർ അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കാണാൻ പറ്റും.
ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന 2 സ്ട്രട്ടുകളുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ക്യാബിൻ മൗണ്ട് ചെയ്തിരിക്കുന്ന ഇതേപോലത്തെ 4 സ്ട്രട്ടുകളിലാണ്. നമ്മളപ്പോൾ ഈ സൈഡ് വ്യൂ നമുക്ക് ചെക്ക് ചെയ്യാം വെഹിക്കിളിൻ്റെ കംപ്ലീറ്റ് ആയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ക്യാബിൻ്റെ സൈഡ് വ്യൂ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഡോറിൻ്റെ താഴത്തായിട്ട് ഒരു GS6 എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. അപ്പോൾ ഇതിൽ 6 എന്ന് പറഞ്ഞ ബാഡ്ജിങ് നമുക്ക് ഗ്രീനിൽ കൊടുത്തിരിക്കുന്ന ഒരു തരത്തിൽ നല്ല ഗ്രേസ്ഫുൾ ആയിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു മെസ്സേജ് കൂടിയാണ്, ഗോ ഗ്രീൻ, അതായത് പൊല്യൂഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോറിൽ തന്നെ ഈ ഒരു വെർട്ടിക്കൽ ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വൈഡായി തുറക്കാൻ പറ്റുന്ന ഒരു ഡോറാണ് ആക്ച്വലി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡോറിൻ്റെ ട്രിം ആക്ച്വലി വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക്സ് ആണ്. ആൻഡ് അതിൻ്റെ വിൻഡോ ഗ്ലാസ് വന്നിട്ട് മെക്കാനിക്കലി കൺട്രോൾഡ് ആണ്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയായിട്ട് നമുക്ക് ക്യാബിനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ഫുഡ് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ഫൈബർ ആണ്, പക്ഷേ ഇതിൻ്റെ മുകളിലൊരു മെറ്റാലിക്കിൻ്റെ സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ വീലിൻ്റെ ആർച്ച് അല്ലെങ്കിൽ നമ്മളുടെ മഡ്ഗാർഡ് എന്ന് പറയുന്നത് ഫൈബറിലാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇതൊരു ഹാർഡ് ഫൈബറാണ്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് JKയുടെ ടയേഴ്സാണ് എല്ലാവിടെയും വന്നിരിക്കുന്നത്. അതായത് സ്റ്റോക്കായിട്ട് JKയുടെ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അത് 11 R20 എന്നുള്ള ടയർ സൈസ് ഉള്ളതാണ്. ഇതൊരു റേഡിയോ ടയറാണ് ആക്ച്വലി. ഇതിൽ എല്ലാ വീൽസിലും നമുക്ക് ന്യൂമാറ്റിക് ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. അതും ഫ്രണ്ടിലെ 2 വീൽസിൽ പരാബോളിക് ലീഫ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്യാബിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ മഡ്ഗാർഡിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു എയർ ഫിൽട്ടർ അസംബ്ലി കാണാൻ പറ്റും. ഈ എയർ ഫിൽട്ടർ അസംബ്ലിയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു സ്നോർക്കിൽ കാണാൻ പറ്റും. അത്യാവശ്യം വലിയൊരു സ്നോർക്കിലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. നല്ല ഭംഗിയുള്ളൊരു സ്നോർക്കിലാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ ലോഡ് ബോഡിയുടെ ലിഫ്റ്ററിൻ്റെ റിസർവോയർ അസംബ്ലിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആക്ച്വലി ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടാറ്റയുടെ തന്നെ ലിഫ്റ്റിംഗ് യൂണിറ്റ് ആണ്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമ്മുടെ ക്യാബിൻ നമ്മൾക്ക് ടിൽറ്റ് ചെയ്യാനുള്ള സിസ്റ്റമാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിവ്യൂ പറയുന്നതാണ് ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 12 വോൾട്ടിൻ്റെ 2 ബാറ്ററി നമുക്ക് കാണാൻ പറ്റും. ഇത് സെപ്പറേറ്റ്ലി ഇൻസുലേറ്റഡ് ആണ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ അതിൻ്റെ ഒരു കൺട്രോൾ ഉണ്ട്. അതിലേക്ക് എന്തെങ്കിലും ഒരു എക്സിജൻസി വരികയാണെങ്കിൽ പെട്ടെന്ന് പവർ സപ്ലൈ കട്ട് ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഇതിൻ്റെ തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴത്തായിട്ട് നമുക്ക് ഒരു സ്പെയർ വീല് കാണാൻ പറ്റും. സ്പെയർ വീലും സെയിം 11 R20 തന്നെ JKയുടെ റേഡിയൽ ടയേഴ്സാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് കാണാൻ പറ്റും. ഇത് ആക്ച്വലി ലോഡ് ബോഡിയിലേക്ക് നമ്മൾ കയറി, അതായത് നമ്മൾ ലോഡ് ഫില്ലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി നോക്കാനുള്ളൊരു ഫുഡ് സ്റ്റെപ്പാണ് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന ഈ 3525 എന്ന് പറഞ്ഞ മോഡൽ ആക്ച്വലി ഒരു 8x4 കോൺഫിഗറേഷനുള്ള വണ്ടിയാണ്. അതായത് 8 വീലിൽ 4 വീലിനാണ് ഡ്രൈവ് വരുന്നത്. ആക്ച്വലി റിയറിലുള്ള 4 വീലിനാണ് ഇതിന് ഡ്രൈവ് വരുന്നത് ആക്ച്വലി. അപ്പോൾ ഇതിൽ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഇൻവേർട്ടഡ് ലീഫ് സ്പ്രിംഗ് സസ്പെൻഷനാണ് ഇതിൽ വന്നത്. അതായത് ഒരുപാട് ലോഡ് ബിയർ ചെയ്യാവുന്നതുകൊണ്ട് ഇതിൽ ഏറ്റവും അഡാപ്റ്റീവ് ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ് ഇൻവേർട്ടഡ് ലീഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴത്താണ് നമുക്ക് ടോർഷണൽ ബീമും കാണാൻ പറ്റും. അതായത് ആൻറ്റി റോൾ ബാർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി 3 എയർ ടാങ്ക്സ് വരുന്നുണ്ട്. പക്ഷേ 3 എയർ ടാങ്ക്സും ഇതിൻ്റെ ചേസസിൻ്റെ ഉള്ളിൽ കൺസീൽഡ് ആണ്. അതുകൊണ്ട് നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല. ആക്ച്വലി 2 എയർ ടാങ്ക്സ് നമ്മുടെ എയർ ബ്രേക്സിന് വേണ്ടിയിട്ടും 3ാമത്തെ എയർ ടാങ്ക് വന്നിട്ട് നമ്മളുടെ ക്ലച്ച്, സ്റ്റിയറിങ്, പിന്നെ നമ്മുടെ ഗിയർ ആക്ച്വേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വെഹിക്കിളിൻ്റെ ലോഡ് ബോഡി ആക്ച്വലി അതിൻ്റെ ഡോർ ഇൻക്ലൈൻഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇത് അത്രയും നമ്മൾ ഒരുപാട് ലോഡ് നമ്മൾ വലിക്കുന്ന വെഹിക്കിളാണ്. അപ്പോൾ ഇതിന് ലോഡ് കാരണം കൊണ്ട് ഈ ഡോറ് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ആക്ച്വലി ഒരു എക്സ്ട്രാ ഹിഞ്ച് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. പിന്നെ അതിൻ്റെ താഴത്ത് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ടെയിലാം യൂണിറ്റ്. അതും LED ടെയിലാം യൂണിറ്റ് ആണ്. അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള ഒരു ലെൻസ് ഉള്ള ഒരു LED ടെയിലാം യൂണിറ്റ് ആണ്. അതും നമ്മൾ ഇതുപോലെ ഒരു ഗാർഡ് വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ മൈനിങ് അല്ലെങ്കിൽ ക്വാറിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സ്റ്റോൺ ഹിറ്റൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ രീതിയിൽ ഒരു ഗാർഡ് വെച്ച് പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ റിവേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈക്ക് റോഡിൻ്റെ പണി അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ബാക്കിലിട്ട് നമ്മൾ ലൈറ്റ് കിട്ടാൻ ഒരു അഡീഷണൽ ലൈറ്റ് കൂടി നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു റിവേഴ്സ് ക്യാമറ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ആക്ച്വലി നമ്മുടെ ഫ്രണ്ടിൽ ക്യാബിനിലെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഇത് ടോർഷൻ ബീമിൻ്റെ അതായത് ആൻറ്റി റോൾ ബാറിൻ്റെ പോർഷനാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് അതിൻ്റെ ഡിഫറൻഷ്യൽ യൂണിറ്റ് കാണാൻ പറ്റും. ആക്ച്വലി ഇതിൽ 2 ഡിഫറൻഷ്യൽ വരുന്നുണ്ട്. ബാക്കിലത്തെ 2 റിയർ വീലിലും ഡിഫറൻഷ്യൽ വരുന്നുണ്ട്.
ഇനി നമുക്ക് റൈറ്റ് സൈഡിലത്തെ വ്യൂ ചെക്ക് ചെയ്യാം. നമ്മുടെ ഡീസലിൻ്റെ ടാങ്ക് ആക്ച്വലി ഇത് പഴയ പ്രൈമിലൊക്കെ മെറ്റൽ ടാങ്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇത് പറഞ്ഞാൽ HDP മെറ്റീരിയലുള്ളൊരു ഫ്യൂൽ ടാങ്കാണ് വരുന്നത്, ഡീസൽ ടാങ്ക്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 300 ലിറ്ററാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു ആഡ്ലൂൻ്റെ ടാങ്ക്, അതും സെയിം മെറ്റീരിയൽ HDP മെറ്റീരിയൽ എന്നൊരു ആഡ്ലൂൻ്റെ ടാങ്കാണ് വരുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 60 ലിറ്റേഴ്സാണ്. ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ലിറ്റർ ഡീസൽ കൺസ്യൂം ചെയ്യുമ്പോൾ നിയർലി 5 ലിറ്റർ ആഡ്ലൂ കൺസംഷൻ വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. ആക്ച്വൽ വീൽസും സ്റ്റിയറബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീലിൻ്റെ പ്രപ്പോർഷണൽ ആയിട്ടാണ് സെക്കൻഡ് വീല് സ്റ്റിയറബിൾ ആവുക. അപ്പോൾ അതിൻ്റെ ഒരു ഹൈഡ്രോളിക് മെക്കാനിസമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് എക്സോസ്റ്റ് ഗ്യാസ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു യൂണിറ്റ് കാണാൻ പറ്റും. ആക്ച്വലി നമ്മൾ BS6 വന്നതിന് ശേഷം ഏറ്റവും വന്ന ഒരു വലിയൊരു അപ്ഡേറ്റ് ആണിത്. ആക്ച്വലി എക്സോസ്റ്റ് ഗ്യാസ് നമ്മൾ നേരിട്ട് പുറത്തേക്ക് വിടാതെ അതൊരു ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ കൂടെ പോയിട്ട് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത അവസാനം ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തോട്ട് വിടുന്നത്. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയേണ്ടത് ഇതിൻ്റെ സീറ്റിൻ്റെ പൊസിഷനും ഇതിൻ്റെ സീറ്റ്സുമാണ്. ആക്ച്വലി നല്ലൊരു സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ടും നല്ലൊരു തൈ സപ്പോർട്ടൊക്കെ തരുന്ന ഒരു സീറ്റ്സാണ് ഇതിലുള്ളത്. ഒരു സ്പോർട്സ് കാറിൻ്റെ ഒരു രീതിയിലിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സീറ്റ്സാണ്. ഇതിൻ്റെ സീറ്റിൽ തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ്സ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അത് പ്ലഗ് ചെയ്യാനും അൺപ്ലഗ് ചെയ്യാനും പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന വലിയൊരു സ്റ്റിയറിംഗ് വീലാണ്. ഒരു നോർമൽ എല്ലാ ടാറ്റയുടെ വണ്ടികളിലും കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു 4 സ്പോക്കിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലാണ്. അതിൻ്റെ നടുക്കായിട്ട് ടാറ്റയുടെ ഒരു ലോഗോവും കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഡാഷ്ബോർഡ് നമ്മൾ പറയുമ്പോൾ ഇതിൽ ഡാഷ്ബോർഡ് ആക്ച്വലി ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡാണ്. അതായത് ഡ്രൈവർ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ എല്ലാ കൺട്രോൾസും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിലെ കൺട്രോൾസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു യൂട്ടിലിറ്റി ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ അതിന് ലോക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു യൂട്ടിലിറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഡോർ നോക്കുകയാണെങ്കിൽ ഡോർ പാഡ്സ് ആക്ച്വലി ഒരു ട്രിംസ് വരുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അതിൽ തന്നെ നമ്മുടെ വിൻഡോ ഗ്ലാസിൻ്റെ മാനുവലാണ് അതിൽ ഓപ്പറേഷൻ വരുന്നത്. പിന്നെ ഒരു AC വെൻസ് നമുക്ക് എല്ലാ ഭാഗത്തായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് സൈഡിൽ 2 സെൻറ്ററിൽ 2 സിംഗിളും ആയിട്ട് AC വെൻസ് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഹസാർഡ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴത്തായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തൊരു ഡമ്മി സോക്കറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഇനി വേണമെങ്കിൽ അഡീഷണലി ഒരു സോക്കറ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ തൊട്ട് റൈറ്റിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമുക്കിത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമായിട്ടും യൂസ് ചെയ്യാം. പ്ലസ് നമ്മുടെ റിവേഴ്സ് ക്യാമറയുടെ ഒരു ഡിസ്പ്ലേ ആയിട്ടും ഇതിന് യൂസ് ചെയ്യാം. ഇത് USB ഓക്സ് എല്ലാം കേപ്പബിൾ ആയിട്ടുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിൻ്റെ താഴത്തായിട്ട് ഒരു ഫാനിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. അതിൻ്റെ മോഡ് കൺട്രോൾസ്, AC കൺട്രോൾസ്, ഒരു ക്രോം ഫിനിഷ് എല്ലാം കൊടുത്തിട്ട് നല്ല ഡീസൻ്റ് ആയിട്ട് അലൈൻ ചെയ്തതായി കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു സെറ്റ് ഓഫ് കൺട്രോൾസ് ഉണ്ട്. അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ താഴത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മളുടെ വണ്ടിയുടെ ഗിയർ ബോക്സ്, ഗിയർ ലിവറിൻ്റെ നോബ് കാണാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു 9 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 9 ഫോർവേഡും ഒരു റിവേഴ്സുള്ള 9 സ്പീഡ് ഗിയർ ബോക്സ് ആണുള്ളത്. ഇത് നമ്മൾ ആക്ച്വലി 3 സ്ലോട്ടായിട്ടാണ് ഈ ഗിയർ ബോക്സ് വർക്ക് ചെയ്യുന്നത്. അതും ഈ ഗിയർ ആക്ച്വലി ന്യൂമാറ്റിക് അസിസ്റ്റന്റ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം വരുന്നത് വെച്ചാൽ ഏറ്റവും ലാസ്റ്റിലേക്ക് നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ടാപ്പിൽ ഫ്രണ്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് റിവേഴ്സ്, അതിൻ്റെ ബാക്കിൽ പോകുമ്പോൾ നമുക്ക് L എന്ന് പറയും. അതായത് ക്രൗൺ ഗിയർ എന്ന് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ കയറാത്ത ഒരു കയറ്റം അല്ലെങ്കിൽ ലോഡ് എടുത്ത് പോകാത്തൊരു വഴിയിൽ നമ്മൾ ക്രൗൺ ഗിയർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഈസി ആയിട്ട് അത് വലിച്ചു കയറി പോകുന്നതാണ്. അതിന് നമ്മൾ അത് കഴിഞ്ഞ് റൈറ്റിലോട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലോ റേഷ്യോ ഗിയേഴ്സിൻ്റെ സ്ലോട്ടിലേക്ക് വിടും. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് നമുക്ക് ഇടണമെങ്കിൽ ഈ സ്ലോട്ടിൽ റൈറ്റിലേക്ക് ടാപ്പ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി റൈറ്റിലേക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഹൈ റേഷ്യോ ഗിയർ അതായത് 5, 6, 7, 8ലേക്ക് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് പഴയ പ്രൈമേനം വെച്ചിട്ട് നമുക്കൊരു മാറ്റം വന്നിരിക്കുന്നത് വെച്ചാൽ മുമ്പ് നമ്മളുടെ കേബിൾ ഓപ്പറേറ്റഡ് ഗിയർ ലിവേഴ്സ് ആയിരുന്നു. പകരം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ അസിസ്റ്റഡ് ലിങ്കേജ് ആണ്, ലിങ്കേജ് ഗിയർ സിസ്റ്റം ആണ്, ഗിയർ ചേഞ്ചർ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് വളരെ സ്മൂത്ത് ആയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് നമ്മളുടെ ലോഡ് ബോഡിയുടെ
ഹൈഡ്രോളിക് ലിഫ്റ്ററിൻ്റെ ഓപ്പറേറ്ററാണ്. ഇത് നമ്മൾ സ്വിച്ചസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സ്വിച്ചസ് ഒക്കെ ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ കാർഗോ ബോഡിയുടെ ഹൈഡ്രോളിക് ലിഫ്റ്ററിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഗിയർ ലിവറിൻ്റെ ബാക്കിലുള്ള നമ്മുടെ ലിഫ്റ്ററിൻ്റെ നോബാണിത്. ആക്ച്വലി ഇതിൽ നമ്മുടെ റെഡ് കളർ നോബ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യാം. നമ്മൾ പുഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴത്തെ ഈ ഒരു നോബ് നമ്മൾ ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലോട്ട് നീക്കാം. എന്നിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർഗോ ബോഡി നമ്മളുടെ മോഡിലോട്ട് ലിഫ്റ്റ് ആകും. രണ്ട് സ്വിച്ചസ് ആക്ച്വലി നമ്മളുടെ എക്സോസ്റ്റ് ഗ്യാസ് ബ്രേക്കിങ്ങിൻ്റെ ആക്ടിവേഷനും ഡീആക്ടിവേഷനും വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് ആണ്. അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് 3 സ്വിച്ചസ് കാണാൻ പറ്റും. ആക്ച്വലി ഇത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമ്മൾ 3 ഡ്രൈവിംഗ് മോഡുകളുണ്ട്. ഒന്ന് ലൈറ്റ്, മീഡിയം, ഹെവി. ഇപ്പോൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഹൈവേയിൽ ക്രൂയിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ടോർക്ക്, അതായത് വല്ലാണ്ട് നമുക്കൊരു ടോർക്കിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് വെച്ചാൽ ഈ ലൈറ്റ് മോഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫ്യൂവൽ സേവ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മളിപ്പോൾ കുറച്ചൊരു റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ചുകൂടി ടോർക്ക്, ആ വണ്ടിക്ക് കുറച്ചുകൂടി ടോർക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ മീഡിയം മോഡ് ആക്ടിവേറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി പവർ ഔട്ട്പുട്ട് കൂടുതൽ കിട്ടും. പക്ഷേ അപ്പോഴത്തോളം കുറച്ച് എഫിഷ്യൻസി നമുക്ക് കുറയും. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു മോഡാണ് ഹെവി മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെവി മോഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ ഡിഫറൻഷ്യൽസ് എല്ലാം ലോക്കാവും. അപ്പോൾ ഇതിൽ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു ടോർക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ കോറിയിൽ പോയിട്ട് നമ്മൾ ലോഡ് എടുത്ത് വരുന്ന സമയത്ത് അവിടെ ഇൻക്ലിനേഷൻ ആംഗിൾ വളരെ കൂടുതലായിരിക്കും, ലോഡ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഹെവി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഈസി ആയിട്ട് ലോഡ് ബിയർ ചെയ്തിട്ട് വരുന്നതാണ്. ഈ സ്വിച്ച് ആക്ച്വലി നമ്മളുടെ ക്യാബിൻ്റെ ഡ്രൈവർ ക്യാബിൻ്റെ ബാക്കിലത്തെ ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഇത് വെഹിക്കിളിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് നമ്മൾ കാണിച്ചിരുന്നു. ആ ഒരു എക്സ്ട്രാ റിവേഴ്സ് ഗിയറിൻ്റെ ലൈറ്റിന് പുറമേ ഉള്ള ഒരു ലൈറ്റാണ്, ആക്ടിവേറ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ആണ്. ഈ നടുക്കാണ് സ്വിച്ച്. അത് ആക്ച്വലി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇത് നമ്മൾ ഹിൽ അസിസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്. അതായത് നോർമലി നമ്മൾ നല്ല ഹെവി ലോഡായിട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നിർത്തി, ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഇട്ടിട്ട് വണ്ടി കയറുന്നില്ല. അപ്പോൾ നമുക്ക് ക്രൗണിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. നോർമലി വണ്ടി സ്റ്റാൻഡ് സ്റ്റിൽ പൊസിഷനിൽ മാത്രമാണ് ക്രൗണിലേക്ക് ഷിഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ക്ലച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് വണ്ടി സ്റ്റാൻഡ് സ്റ്റിൽ ആക്കിയിട്ട് ക്രൗണിലേക്ക് റീപ്ലേസ് ചെയ്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്രേക്കിന്ന് കാലെടുത്ത് ആക്സിലേറ്ററിൽ കാല് വെക്കുന്നതിനിടെ തന്നെ ആ ലോഡ് കാരണം കൊണ്ട്, ഇനേർഷ്യ കാരണം കൊണ്ട് വണ്ടി ചിലപ്പോൾ ബാക്കിലോട്ട് വരാനും ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആക്ച്വലി ഇത് ഡ്രൈവേഴ്സിന് ഒരു ത്രെട്ടാണ് ആക്ച്വലി ഈ ഒരു സംഭവം. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫീച്ചർ നമുക്കിതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് എന്താ സംഭവം, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഹിൽ അസിസ്റ്റ് സിസ്റ്റം നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ലിവറിന്ന് കാല് എടുത്ത്, അതായത് ഒരു എക്സാമ്പിളിന് നമ്മളിപ്പോൾ ന്യൂട്രലിൽ വന്നു, നമ്മൾ ക്ലച്ച് പിടിച്ചു, നമ്മൾ ക്രൗണിലേക്ക് ഇട്ടു, സ്റ്റാൻഡ് സ്റ്റിൽ പൊസിഷനിൽ ബ്രേക്കും ക്ലച്ചും പിടിച്ച് നമ്മൾ ക്രൗണിലേക്ക് ഇട്ടതിന് ശേഷം ബ്രേക്കിന്ന് കാലെടുത്ത് ആക്സിലേറ്ററിൽ കാല് വെക്കുന്ന, അതായത് ഫ്യൂ സെക്കൻഡ്സ്, ഒരു 4-5 സെക്കൻഡ് ടൈം വണ്ടി ബ്രേക്ക് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഹാഫ് ക്ലച്ച് പോയി അല്ലെങ്കിൽ നമ്മുടെ ആക്സിലേറ്ററിൽ കാല് വെക്കുന്നത് വരെ വണ്ടി അതേ പൊസിഷനിൽ തന്നെ സ്റ്റാൻഡ് ആയിട്ട് നിൽക്കും. അതിനുശേഷം നമ്മളപ്പോൾ വണ്ടി ഈസി ആയിട്ട് ബാക്കോട്ട് പോകാതെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഇതൊരു നല്ലൊരു ഇങ്ങനെ, അതായത് ഒരു ഇത്രയും ലോഡ് എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ മൈൻ പർപ്പസ് യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഫീച്ചറാണ്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് നമുക്ക് ഡിഫ്ലോക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇത് നമ്മളുടെ ഡിഫറൻഷ്യൽ ലോക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഹൈ ടോർക്ക് വേണ്ട ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് ഡിഫറൻഷ്യൽ നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് ആണ്. ആക്ച്വലി ഇത് ന്യൂമാറ്റിക്കലി കൺട്രോൾഡ് സ്റ്റിയറിംഗ് കോളമാണ്. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റിയറിംഗിൻ്റെ ടിൽറ്റും ടെലസ്കോപ്പിക് ആയിട്ട് നമുക്ക് ഈ സ്റ്റിയറിംഗ് നമ്മളുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ ഡിസ്പ്ലേ, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ മനോഹരമായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്കിവിടെ വരുന്നത്. ആക്ച്വലി ഇതിൽ ഏറ്റവും മുകളിലായിട്ട് വാർണിംഗ് ലൈറ്റ്സ് എല്ലാം കാണാൻ പറ്റും. അതിൻ്റെ ലെഫ്റ്റായിട്ട് നമുക്ക് ടാക്കോമീറ്റർ, അതിൻ്റെ താഴത്തെ ടെമ്പറേച്ചർ മീറ്റർ, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സ്പീഡോമീറ്ററും താഴത്തെ ഫ്യൂവൽ ഗേജും കാണാൻ പറ്റും. ഇതെല്ലാം അനലോഗിലാണ്. അതിന് പുറമെ ഉള്ളിലായിട്ട് ഒരു ഡിജിറ്റൽ ആയിട്ടുള്ളൊരു MID ഉണ്ട്, മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ. നമ്മളുടെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ടാറ്റ പ്രൈമ വേർഷനിൽ ആഡ് ബ്ലൂ ആക്ച്വലി സെപ്പറേറ്റ് ഒരു അനലോഗ് ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ ആ MIDയിൽ ഡിജിറ്റലായിട്ടാണ് ആഡ് ബ്ലൂവിൻ്റെ
ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ലെവൽ നമുക്ക് കാണിച്ചു തരുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണിച്ചു തരുന്നത് ആക്ച്വലി ടയർ പ്രഷറാണ്. നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ ഹോൺ കാണാൻ പറ്റും. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സും പാസ് സ്വിച്ചും നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ലിവർ ഇവിടെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വൈപ്പർ കൺട്രോൾസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിന് പുറമെ തന്നെ നമുക്കിവിടെ എഞ്ചിൻ ബ്രേക്കിംഗ് സ്വിച്ചസ് നമ്മൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് റൈറ്റിലേക്ക് ഇടുകയാണെന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിൻ ബ്രേക്ക് ആക്ടിവേറ്റ് ആവും, ബാക്കിലേക്ക് ഇടുകയാണെന്ന് വെച്ചാൽ എഞ്ചിൻ ബ്രേക്ക് ഡീആക്ടിവേറ്റഡ് ആവും. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്കിവിടെ ABSൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ABS ആക്ച്വലി ഓപ്ഷണലാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യാം, ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാം. അതിൻ്റെ താഴത്ത് കാണുന്നത് നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് ആണ്. 0 ഇത് നമ്മുടെ ഫോഗ് ലാംപ്സ്, നമ്മുടെ ഹെഡ് ലാംപ്സ്. നമ്മൾ മിറേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു സ്പ്ലിറ്റർ ആയിട്ടുള്ള 2 ഔട്ടർ റിയർ വ്യൂ മിറേഴ്സാണ് നമുക്കിതിൽ വരുന്നത്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് തരുന്ന ഒരു റിയർ വ്യൂ മിറേഴ്സാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അതിന് പുറമെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഫ്രണ്ടിലായിട്ട് നമുക്ക് വേറൊരു ഔട്ടർ റിയർ വ്യൂ മിറർ കൂടിയുണ്ട്. അത് ആക്ച്വലി നമ്മുടെ വെഹിക്കിളിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു ഏരിയയിൽ തിരിക്കുക അല്ലെങ്കിൽ പാർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് നല്ലൊരു അസിസ്റ്റൻസ് തരുന്ന രീതിയിലാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിന് പുറമെ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ കോ ഡ്രൈവർ സൈഡിലത്തെ നമ്മളുടെ ഡോറിന് മുകളിലുള്ള മിറർ ആക്ച്വലി വളരെ യൂസ്ഫുൾ ആണ്. നമ്മളിപ്പോൾ ചെറിയ റൂട്ടിൽ കൂടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കനാല് പോലത്തെ ചെറിയ വാട്ടർ പാസേജ് ഉള്ള റൂട്ടിൽ കൂടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളുടെ ടയർ പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ അതോ ടയർ നമ്മളുടെ ചള്ളയിൽ പെടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അത് വളരെ യൂസ്ഫുൾ ആണ്. ആക്ച്വലി ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹെൽപ്പർ ഇല്ലാതെ, ആക്ച്വലി നമ്മളുടെ ഒരു ഡ്രൈവർ അസിസ്റ്റന്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ വണ്ടി ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതിന് പുറമെ ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസസ് എല്ലാം കാണാൻ പറ്റും. ആക്ച്വലി ഇതെല്ലാം ഡമ്മിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസസ് നമുക്ക് ആക്സസറി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ഒരു ക്യാബിൻ ലൈറ്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പ്രൈമ 3525ൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ക്വിമൻസ് മാനുഫാക്ചർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അത് 6.7 ലിറ്റർ 6700 cc എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 249 HP ആണ്. അത് നമുക്ക് 2500 RPM കിട്ടുന്നത്. പിന്നെ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ 950 Nm ആണ്. അത് നമുക്ക് 1200 RPM നമുക്ക് കിട്ടിത്തുടങ്ങുന്നത്. പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.